നമ്മളതിനെ രണ്ട് രീതിയിൽ കാണാവുന്നതാണ്. ഒന്ന്, അമേരിക്കയ്ക്കൊരു സെൽഫ് ഗോള് എന്നുള്ളത് ട്രംപ് അങ്ങനെ കണ്ടുകൊണ്ടായിരിക്കില്ലല്ലോ ഈ നടപടി എടുത്തിട്ടുണ്ടാവുക. അങ്ങനെ ഞാൻ പറയാൻ കാരണം, ട്രംപ് ഈ വിസ ഫീ കൂട്ടുന്നത് ഒപ്പിടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് എന്തുകൊണ്ട് ഇങ്ങനൊരു ഒപ്പിടുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു വിസ ഹൈക്കിലേക്ക് പോകുന്നു എന്നുള്ളതിനെ അവർ പറയുന്നത്, ഒന്ന് ഒരു കാരണമായി തൊട്ടടുത്ത് നിന്ന് ആൾ പറഞ്ഞത്, അതിൻ്റെ ഒരു വിശദീകരണമായിട്ട് അവർ കൊടുക്കുകയാണ് ചാനലുകളിലൊക്കെ വന്നത്. ഒന്നാമതായിട്ട്, ഇത് അമേരിക്കയിൽ ഇനി മുതൽ നൈപുണ്യമുള്ള ആൾക്കാരെ സൃഷ്ടിക്കും. കാരണം അമേരിക്കയിൽ ഈ മേഖലയിൽ നൈപുണ്യമുള്ളവരുടെ സ്കില്ലായിട്ടുള്ള ടെക്നീഷ്യൻസ്, എൻജിനീയേഴ്സ് ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഇത്തരം മേഖലകളിൽ നൈപുണ്യമുള്ള ഇന്ത്യയിൽ നിന്ന് ആൾക്കാർ അവിടെ വരാൻ. അപ്പം അത് അവർക്കൊരവസരമായി മാറും. മറ്റൊന്ന്, ഇനി അവിടെ കുറഞ്ഞ വേജസിൽ ജോലി ചെയ്യുന്ന സമ്പ്രദായത്തിനൊരു അവസാനമുണ്ടാകും. അതായത് അവിടെ എല്ലാവർക്കും അമേരിക്കക്കാർക്ക് നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കും. കൂടാതെ ഇത് ഹൈക്ക് ചെയ്യുന്നതോടുകൂടി മില്യൺസ് ഓഫ് ഡോളേഴ്സ് അമേരിക്കൻ ട്രഷറിയിലേക്ക് വരും. ഈ മൂന്ന് കാരണങ്ങളാണ് പ്രധാനമായിട്ടും പറഞ്ഞത്. അപ്പോൾ അമേരിക്കയുടെ ഒരു കാഴ്ചപ്പാടിൽ ഇതൊരു സെൽഫ് ഗോളല്ല, ആ ഗോളാണെന്ന് ഞാൻ കരുതുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ അമേരിക്കയ്ക്ക് ഒരു സെൽഫ് ഗോളായി മാറാം. പക്ഷേ അവർ അതിനെ അങ്ങനെ കാണുന്നില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല, ഇതിനൊരു രാഷ്ട്രീയം കൂടിയുണ്ട്. ഇതൊരു തരം മൈൻഡ്ലെസ് നേറ്റിവിസമാണ്. കാരണം വലിയ ദേശീയതയെ ഉയർത്തുവാൻ പര്യാപ്തമായിട്ടുള്ള ഒരു നടപടി കൂടിയാണ്. അമേരിക്കക്കാർക്ക് നമ്മൾ താൽക്കാലികമായി കുറച്ച് ബുദ്ധിമുട്ടുകൾ സഹിച്ചാലും ഇവിടെയുള്ള ഏറ്റവും ഉയർന്ന ശമ്പളം കിട്ടുന്ന ജോലികൾ അമേരിക്കക്കാരെ ട്രെയിൻ ചെയ്ത് ആ ജോലികൾ അവർക്ക് നീക്കി വയ്ക്കുമ്പോൾ സ്വാഭാവികമായി അമേരിക്കയ്ക്ക് നേട്ടമുണ്ടാകുമെന്നുള്ള വാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയതയെ ചില തൊഴിലവസരങ്ങളുമായി കൂട്ടിക്കെട്ടി ട്രംപ് പ്രതിദാനം ചെയ്യുന്ന റിപ്പബ്ലിക്കൻ വൈറ്റ് മാഗ ഗ്രൂപ്പിന്, അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന ഗ്രൂപ്പിനെ ആശ്വസിപ്പിക്കുവാനും അതിന് അവിടെ വലിയ സ്വീകാര്യതയുമുണ്ട്. അതുകൊണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു സെൽഫ് ഗോളായി അവർ കരുതുന്നില്ല എന്ന് വേണം കരുതാൻ. പക്ഷേ ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ നമ്മളതിനെ നോക്കുമ്പോൾ അമേരിക്ക ഇന്ന് ഇത്രയും സമ്പന്നമായിരിക്കുന്നൊരു രാജ്യമായിട്ട് മാറിയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഇത്തരത്തിലുള്ള നൈപുണ്യമുള്ളവർ, സ്കിൽഡ് ഉള്ളവർ ഈ മേഖലയിൽ മാത്രമല്ല, ഡോക്ടേഴ്സ് ആണെങ്കിലും സയൻറ്റിസ്റ്റുകളാണെങ്കിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും അവിടെ വിവിധ കാലഘട്ടങ്ങളിൽ ചെന്ന് ജോലി ചെയ്ത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയും സാങ്കേതിക മികവും ഒക്കെയാണ്. ഇപ്പോൾ നാസയിൽ തന്നെയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് എത്രയോ ആൾക്കാരാണ് ജോലി ചെയ്യുന്നത്, മറ്റ് മേഖലകളിൽ എത്രയോ ആൾക്കാരാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ അമേരിക്കയും ചൈനയും നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ അമേരിക്കയെക്കുറിച്ച് പലപ്പോഴും പറയാറുള്ളൊരു കാര്യം, അമേരിക്കയുടെ ഒരു നൈപുണ്യമുള്ളവരെ കിട്ടുന്ന മേഖല, ഒരു കാച്ച്മെൻറ്റ് ഏരിയ, ഒരു വൃട്ടിപ്രദേശം എന്ന് പറയുന്നത് ലോകം മൊത്തമാണ്. എല്ലായിടത്തു നിന്ന് അവർക്ക് ഏറ്റവും നല്ല ആൾക്കാരെ കിട്ടും. അതിന് ഒരു വിരാമം വരുമ്പോൾ, ബ്ലോക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അമേരിക്കയിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ ഇതൊരു സെൽഫ് ഗോളാണ് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാനും കാണുവാനും സാധിക്കും. കാരണം അമേരിക്കയുടെയൊക്കെ ഒരു പോപ്പുലേഷൻ ഗ്രോത്തിൻ്റെ സാഹചര്യമൊക്കെ വെച്ചിട്ട് ഈ മേഖലയിൽ നൈപുണ്യമുള്ളവരെ കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അത് ആ അർത്ഥത്തിൽ അവരെ സംബന്ധിച്ചൊരു സെൽഫ് ഗോളാണ് എന്ന കാര്യത്തിൽ സംശയം ഇല്ല.